ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിസിനസ്സുകാരനായി ഒരു കടയുടെ മുതലാളിയായി എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന സുധി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോവാണ്. അതുമൂലം സുധി ഒരു മോഷ്ടാവും കൂടി ആകുവാണ്. ബിസിനസ് തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ പഴയ സ്റ്റാഫിനെയൊക്കെ പിരിച്ചുവിട്ട് അവരുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ച ആളാണ് സുധി. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ആ വിഷമം എന്തായാലും സുധിക്ക് തിരിച്ചടിയായിട്ട് വരുമെന്ന് നമുക്ക് അന്ന് തന്നെ പ്രതീക്ഷിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടിയാണ് സുധിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതെന്താ സംഭവം എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സുധി എങ്ങനെയെങ്കിലും സ്പീഡിൽ താൻ ഒരു ഏറ്റവും വലിയ പണക്കാരനായിട്ട് നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ് മുതലാളിയായിട്ട് മാറണമെന്ന മൈൻഡോട് കൂടിയാണല്ലോ സുധി ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സുധിയുടെ കടയിലോട്ട് ഒരു 2 പേര് വരുവാണ്. അവർ വന്നു കഴിഞ്ഞിട്ട് പറയും, സാർ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് AC, ഫ്രിഡ്ജ്, അങ്ങനെ ഒരു 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇവർ പർച്ചേസ് ചെയ്യുവാണ് ഈ വന്നവർ. അപ്പോൾ സുധിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ കടയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ. ഇവർ ഭയങ്കര ആൾക്കാർ തന്നെ. സുധി ഒന്നും നോക്കത്തില്ല, അവർക്കെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, സാർ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ബ്ലാക്ക് മണിയാണുള്ളത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബില്ലൊന്നും വേണ്ട, സാറിന് നമ്മൾ ക്യാഷ് ആയിട്ട് തരാം എന്നൊക്കെ പറയുവാണേ. ബ്ലാക്ക് മണി ആയതുകൊണ്ട് തന്നെ ആരും അറിയരുതെന്നൊക്കെ പറയുമ്പോഴേക്കും സുധി പറയും, അതിനെന്താന്നൊക്കെ പറഞ്ഞിട്ട്, ബ്ലാക്ക് മണി കുഴപ്പമൊന്നുമില്ല, ഞാൻ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ബില്ലൊന്നും കൊടുക്കുന്നില്ല. ഇത്രയും സാധനങ്ങൾ മേടിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ മേടിക്കണമല്ലോ. സുധി അതും ചെയ്യുന്നില്ലേ. എന്നിട്ട് ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് ഇവരുടെ കയ്യിൽ നിന്ന് ഈ പൈസയും സുധി മേടിച്ച് വെക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി സുധിക്ക്. 1 ലക്ഷം രൂപയുടെ, അതായത് 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്തെങ്കിൽ 4 ലക്ഷം രൂപയാണ് സുധിയുടെ കയ്യിൽ വന്നിരിക്കുന്നത്. കാരണം അവർക്ക് 4 ലക്ഷം രൂപക്കാണ് സുധി വിറ്റത്. അപ്പോൾ 1 ലക്ഷം രൂപ സുധിക്ക് ലാഭമാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ ശ്രുതിയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, ശ്രുതി ഇന്ന് ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം രൂപയാണ് നമുക്ക് ലാഭം കിട്ടിയത്. എൻ്റെ കടയിൽ നിന്ന് 2 പേര് വന്ന് 3 ലക്ഷം രൂപ ഒക്കെ പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആണോ ശ്രുതി, ഇത് വിശ്വസിക്കാമോ? പിന്നെ അല്ലാതെ നമുക്കിനി ഒരു അടിപൊളി ടൂറൊക്കെ പോകണം, ഇതുവരെ നമ്മൾ ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ, നമുക്ക് പോകാം എന്നൊക്കെ സുധി പറയുവാണ്. അത്രയും വലിയ സന്തോഷത്തിലായിരുന്നു സുധി. അത്രയും കാശ് കിട്ടിയല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ ഇവർ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് പോകുമ്പോഴേക്കും ഒരു കാറിൽ 2-3 പേരിങ്ങനെ വന്നിറങ്ങുവാണ്. അപ്പോൾ സുധി നോക്കുമ്പോൾ ടാഗൊക്കെ ഇട്ട് നല്ല എക്സിക്യൂട്ടീവ് ലുക്ക് കേട്ടോ. അപ്പോൾ സുധി അവരോട് പോകുന്നുണ്ട്. സാർ എന്താ വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് 2 പേര് വന്ന് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സുധി പറയും, അതെ, അവർ പറഞ്ഞിട്ട് വന്നതാണോ, നിങ്ങൾക്കും അതുപോലെ സാധനങ്ങൾ വേണോ, വാ എല്ലാം നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, നിങ്ങൾ നോക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും, ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വന്നതല്ല, അവർ എത്ര രൂപയൊക്കെ പർച്ചേസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സുധി പറയും, 4 ലക്ഷം രൂപക്ക്. നമുക്കതൊന്ന് കാണിച്ചു തന്നെയെന്ന് ചോദിക്കുവാണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഞാൻ ആ പൈസ കാണിച്ചു തരുന്നതെന്ന് സുധി ചോദിക്കുമ്പോഴേക്കും ഇവർ പറയും, ഞങ്ങൾ വിജിലൻസ് ഓഫീസേഴ്സ് ആണെന്ന് പറഞ്ഞ് ടാഗൊക്കെ കാണിക്കുന്നുണ്ട്. സുധി അപ്പോൾ ഒന്ന് പേടിക്കും. അപ്പോൾ പറയും, സാർ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവരെയും കൂട്ടി ഇവർ തന്ന ക്യാഷൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ക്യാഷിൻ്റെ പൊക്കത്ത് കുറേ പൊടികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ അതൊക്കെ തൂത്ത് നോക്കുമ്പോഴേക്കും അവർ പറയും, അതേ സാർ, ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഇത് ബ്ലാക്ക് മണിയാണ്, കള്ളനോട്ടാണെന്ന് പറയുവാണേ. അപ്പോഴേക്കും സുധി ഇങ്ങനെ ഞെട്ടും, കള്ളനോട്ടോ സാർ, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പറയും, ഈ വന്നവരുടെ പേരോ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മേടിച്ച് വെച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, ഞാൻ അതൊന്നും മേടിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവർ ചീത്ത പറയുവേ. നിങ്ങൾ പഠിച്ച ഒരു വ്യക്തിയല്ലേ, പഠിച്ചിട്ടല്ലേ ഈ ബിസിനസ്സൊക്കെ തുടങ്ങിയത്, ഇത്രയും രൂപയുടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ബില്ല് കൊടുക്കണ്ടേ, അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ മേടിച്ച് വെക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സുധി പറയും, സാർ അത് പിന്നെ എന്താ, താൻ വല്ല കള്ളത്തരവും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, അവരിതൊരു കണക്കിൽപ്പെടാത്ത കാശാണ്. ബ്ലാക്ക് മണി, അപ്പം തന്നെയാണ് ആദ്യം പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ സുധി പറയും, സാർ പ്ലീസ് സാർ, എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സുധി ഒരുപാട് കാല് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ ഈ ക്യാഷൊക്കെ എടുത്ത് അവരുടെ ബാഗിലിടുമ്പോഴേക്കും സുധി ചോദിക്കും, നിങ്ങൾ ഈ ക്യാഷ് കൊണ്ടുപോവാണോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, പിന്നെന്താ തനിക്ക് ഈ കള്ളനോട്ടൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോൾ സുധി പറയും, വേണ്ട സാർ കൊണ്ടൊക്കോ എന്ന് പറഞ്ഞ് ഭയങ്കര നിരാശയിൽ അങ്ങനെ നിൽക്കുവാണേ. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, താൻ പേടിക്കണ്ട, അവരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, അവരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, തൻ്റെ പ്രോഡക്ട്സും അവിടെയുണ്ട്, താൻ എത്രയും പെട്ടെന്ന് അത് പോയി എടുത്തോളൂ, ഈ ക്യാഷ് ഞങ്ങളിപ്പോൾ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോഴേക്കും സുധിക്ക് സമാധാനം. പൈസ, സുധി ആദ്യം വിചാരിച്ചിരുന്നത് പ്രോഡക്റ്റും പോയി സാധനങ്ങളും പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര നിരാശയിൽ ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇവർ പ്രോഡക്ട്സൊക്കെ അവിടുത്തെ സാധനങ്ങൾ
സാധനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അതെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ശ്രുതി നിൽക്കുവാണേ. എന്നിട്ട് ഇവർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് വിജിലൻസുകാർ. അപ്പോൾ ശ്രുതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞും പോയി 1,00,000 രൂപയുടെ ലാഭം, ഇനി എന്ത് ചെയ്യും? സാരമില്ല, പ്രോഡക്റ്റെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണേ. പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ചോദിക്കും, സർ എൻ്റെ സാധനങ്ങൾ അവിടെ, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. പോലീസുകാർ ചോദിക്കും, ഇതെന്താടോ താൻ വല്ല ഹോം അപ്ലയൻസ് ഷോറൂം ആണെന്ന് വിചാരിച്ചോ? ഇത് പോലീസ് സ്റ്റേഷനാണ്. അല്ല സർ, ഇവിടെ നിന്ന് കുറച്ച് പേര് വിജിലൻസുകാർ വന്ന് എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, വന്ന് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് എൻ്റെ കാശ് കള്ളനോട്ടാണെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ, ഓ ഇതാ കേസാണോ, താൻ വാ വാ വാ, താനും പറ്റിക്കപ്പെട്ടല്ലേ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ സിറ്റിയിൽ നടക്കുന്നുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിക്കത് വീണ്ടും ഒരു ഷോക്കാവാണ്. ദൈവമേ, എൻ്റെ കാശും സാധനങ്ങളും വീണ്ടും പോയോ, അയാൾ എന്നെ പറ്റിച്ചതാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും, അവരൊക്കെ ഒരു ടീമാണോ, ആദ്യം വന്ന് കുറച്ച് പേര് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകും, പിന്നെ വന്നവർ കള്ളനോട്ടാണെന്ന് പറഞ്ഞാൽ ക്യാഷും മേടിച്ചുകൊണ്ട് പോകും, താനും അതിൻ്റെ ഒരു ഇരയായി. അവരുടെ പേരോ ഡീറ്റെയിൽസോ വല്ലതും ഉണ്ടോ? ഞങ്ങൾ അവരെ പിടിക്കാൻ വേണ്ടിയാണ് കുറേ നാളായി ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, സാർ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ മേടിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും, താൻ ഇത്രയ്ക്ക് മണ്ടനാണോ, താൻ പഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സാർ എനിക്ക് 5 ഡിഗ്രി ഉണ്ട്, 5 ഡിഗ്രി ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇമാതിരി ആൾക്കാർ വന്നാൽ അവരെയൊക്കെ വിശ്വസിച്ച് താൻ എല്ലാം അങ്ങോട്ട് കൊടുക്കുവാണോ ചെയ്യേണ്ടത്? പറയും, സാർ സോറി സാർ എന്നൊക്കെ പറയുമ്പോൾ, പേരും ഡീറ്റെയിൽസ് ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇല്ല എന്ന് പറയുമ്പോൾ, ബ്ലാക്ക് മണി കേസായിരിക്കും അല്ലേ, തന്നെ പിടിച്ചാണ് ആദ്യം ജയിലിടേണ്ടത്, ഏതായാലും താനൊരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുക, ആളെ നമ്മൾ കിട്ടോ ഇല്ലേ എന്നൊക്കെ, കിട്ടിക്കഴിഞ്ഞാൽ താൻ രക്ഷപ്പെട്ടു, കിട്ടാൻ ചാൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ശ്രുതിയെ വിടുവാണ്. ശ്രുതി ആകെ തകർന്ന അവസ്ഥയിലായി. കാരണം ഏറ്റവും ഭയങ്കര നഷ്ടമാണല്ലോ ശ്രുതിയുടെ ബിസിനസ്സിൽ സംഭവിച്ചിരിക്കുന്നത്. ഒറ്റയടിക്കാണ് ഇത്ര ലക്ഷം രൂപ ശ്രുതിക്ക് നഷ്ടം വന്നിരിക്കുന്നത്. എന്ത് ചെയ്യും? ശ്രുതിയോട് എന്ത് പറയും? ചന്ദ്രയോട് അമ്മയോട് എന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ചന്ദ്രയോട് ശ്രുതി പാർലർ ഇരിക്കുന്ന സമയത്ത് ശ്രുതി എന്നിട്ട് ചന്ദ്രയോട് പയ്യെ ആരും കാണാതെ മുറിയിലോട്ട് വിളിച്ചോണ്ടും പോയി കെട്ടിപ്പിടിച്ച് ഈ വിവരങ്ങളൊക്കെ പറയുവാണ്. ഇതറിഞ്ഞ ചന്ദ്ര ശ്രുതിക്കിട്ട് കുറേ തല്ലുവാണ്. ഇങ്ങനൊരു മരമണ്ടനാണല്ലോ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നത്, നിന്നെയാണോടാ, നീ നല്ല നിലയിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോരം പ്രതീക്ഷയോടെയാടാ നിന്നത്, എന്നിട്ട് ഇത്രയും നീ പറ്റിക്കപ്പെട്ട്, നിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കുറേ തല്ലുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, അമ്മയും കൂടി എന്നെ ഇങ്ങനെ ചെയ്യല, എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുക, ശ്രുതി ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇട്ടേച്ചും പോകും, പിന്നെ കഴിവില്ലാത്ത ഒരു ഭർത്താവിനെ ആർക്ക് വേണം, അവളെ ചെയ്തെങ്കിൽ അത്രയും നല്ലതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കാല് പിടിച്ച് കരയുവാണ്. അമ്മ വേണം എന്നെ സഹായിക്കാൻ, എനിക്ക് എങ്ങനെയെങ്കിലും ഇത്രയും രൂപ നഷ്ടം നികത്തണം, കാശുണ്ടെങ്കിൽ താമേന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, നീ പോയേ, എന്താ വരുന്നതെന്ന് നമുക്ക് വഴിക്ക് വെച്ച് കാണാം. ശ്രുതി കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും ചന്ദ്ര കാശൊന്നും കൊടുക്കുന്നില്ലേ. അവസാനം ശ്രുതി കാശില്ല എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര പോകുന്നത്. ശ്രുതി എന്ത് ചെയ്യണം, ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. ശ്രുതി ഇങ്ങനെ ആലോചിക്കും, അല്ല ആ രേവതിയുടെ സ്വർണ്ണങ്ങളൊക്കെ അന്ന് രേവതി അമ്മക്കല്ലേ കൊടുത്തത്, അപ്പോൾ ഈ അമ്മയുടെ മുറിയിൽ എവിടെയെങ്കിലും രേവതിയുടെ സ്വർണ്ണങ്ങൾ കാണാം, തൽക്കാലം ആ സ്വർണ്ണങ്ങൾ വിറ്റിട്ട് എനിക്ക് ആ പൈസ എടുക്കണം, പകരം വല്ല അതേപോലത്തെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം എന്നൊക്കെ ആലോചിക്കുവാണ്. എന്നിട്ട് ചന്ദ്ര ഇല്ലാത്തൊരു സമയത്ത്, രവീന്ദ്രൻ വാക്കിങ്ങിന് പോകുന്ന ഒരു സമയത്ത് ശ്രുതി ആരും അറിയാതെ മുറിയിൽ കയറി അലമാരയൊക്കെ തുറന്ന് താക്കോലെ കപ്പിച്ച്, മോഷണത്തിൽ ശ്രുതി പണ്ടേ മിടുക്കനാണല്ലോ. എന്നിട്ട് രേവതിയുടെ സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുവാണേ. ഇത് ആരും അറിഞ്ഞിട്ടില്ല, കാരണം രേവതിയുടെ സ്വർണ്ണം രേവതി പോലും അന്വേഷിക്കുന്നില്ലല്ലോ, ചന്ദ്ര ആ ഭാഗത്തോട്ട് നോക്കാറില്ല, അതുകൊണ്ട് തന്നെ സ്വർണ്ണം അവിടെ ഉണ്ടോ ഇല്ലേന്ന് പോലും ചന്ദ്രക്കും അറിയാം. ശ്രുതിക്ക് ഏതായാലും അതൊരു ലാഭമായിട്ട് മാറിയിരിക്കുകയാണ്. ആരും അറിയാതെ ഈ സ്വർണ്ണം അടിച്ചു മാറ്റി ശ്രുതി തൻ്റെ ബിസിനസ്സിൽ ഈ നഷ്ടം നികത്തുവാണ്. പക്ഷേ ഈ വിഷയം, അതായത് രേവതിയുടെ സ്വർണ്ണം മോഷണം പോയ വിവരം താമസിയാതെ തന്നെ അറിയുന്നുണ്ട്. അച്ചാമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ അച്ചാമ്മ രേവതിയോട് ഒരുങ്ങി വരാൻ പറയുമ്പോഴേക്കും ഈ രേവതിയുടെ സ്വർണ്ണം ഇല്ലാത്ത വിവരം അറിയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ എൻ്റെ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.